ആ കൽപ്പറ്റ സീറ്റിൽ മുസ്ലിം ലീഗിനൊരു ഒരു കണ്ണുണ്ട്. നിലവിൽ ടി സിദ്ദീഖാണ് അവിടുത്തെ MLA. അപ്പോൾ ടി സിദ്ദീഖ് വീണ്ടും കൽപ്പറ്റയിൽ നിന്ന് തന്നെ മത്സരിക്കാൻ ഒരുങ്ങുന്നതിനിടയിലാണ് ഇപ്പോൾ ആ സീറ്റ് ഞങ്ങൾക്ക് വേണമെന്ന ആവശ്യം ഉന്നയിക്കാൻ വെറുതെ ഉന്നയിച്ചതല്ല. കാരണം മുസ്ലിം ലീഗ് നോക്കുമ്പോൾ ഈ കൽപ്പറ്റ നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട മിക്ക പഞ്ചായത്തുകളിലും ലീഗിന് മികച്ച ഭൂരിപക്ഷം ഉണ്ട്, അവരുടെ കയ്യിലുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ കൽപ്പറ്റ നിയമസഭാ മണ്ഡലം അങ്ങോട്ട് കിട്ടിയാൽ ആ ഒരു ഷുവർ സീറ്റായിട്ട് ലീഗിന് കിട്ടും ചെയ്യും. അപ്പൊ അതാണ് ആവശ്യം. പക്ഷെ ആവശ്യം എത്രത്തോളം അംഗീകരിക്കുമെന്ന് അറിയില്ല. എത്രമേൽ അത് കോൺഗ്രസ് അതിന് വഴങ്ങും എന്നതാണ് ഇനി അറിയേണ്ടത്. ഫൈസൽ നെടുമ്പാല അവിടെ നിന്ന് വിശദാംശങ്ങൾ നൽകും. ഫൈസൽ, അങ്ങനെ കൽപ്പറ്റ സീറ്റ് വേണമെന്ന ആവശ്യം സീരിയസ് ആയി ഉന്നയിക്കുന്നുണ്ടോ ലീഗ്? നിശ്ചയമായും ടി സിദ്ദീഖിനടക്കം അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ആവശ്യമാകും. അപ്പോൾ UDF-നകത്ത് ഈ സീറ്റിനെ സംബന്ധിച്ച് ഗൗരവതരത്തിൽ തന്നെ ചർച്ചകൾ നടക്കുന്നുണ്ടോ? സൈഫു, ജിൽസി, പ്രധാനമായും ഈ ഒരു വിഷയത്തിൽ നിർണായകമായ ഒരു നീക്കത്തിനാണ് ലീഗ് തയ്യാറാകുന്നത്. കാരണം കൽപ്പറ്റ സീറ്റ് എന്ന് പറയുന്നത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി കേന്ദ്രമാണ്. ലീഗിന്റെ ഒരു വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം ജില്ലാ കമ്മിറ്റി കൂടിയപ്പോൾ പോലും ലീഗിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തലുണ്ട്. കാരണം കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ 3 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ 227 സീറ്റുകളാണുള്ളത്. ഇതിൽ ലീഗ് മത്സരിച്ചത് 99 സീറ്റിലാണ്. അപ്പോൾ ഈ 99 സീറ്റിൽ മത്സരിച്ചപ്പോൾ 82 സീറ്റിലും ലീഗിന് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. 128 ഇടത്താണ് കോൺഗ്രസ് മത്സരിച്ചത്. അതിൽ 59 ഇടത്ത് മാത്രമാണ് കോൺഗ്രസിന് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ വിജയിക്കാനായത് എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി ലീഗ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയേറെ വിജയ സാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ ഇത്രയേറെ ജനപ്രതിനിധികൾ കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് വിജയിച്ചെടുപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായി ലീഗ് ഈ കാര്യത്തിൽ അല്ലെങ്കിൽ കൽപ്പറ്റ സീറ്റ് ചോദിക്കുന്നത് തെറ്റില്ല എന്നുള്ള വിലയിരുത്തലാണ് ജില്ലാ നേതാക്കളുള്ളത്. ഇത് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം 10 പഞ്ചായത്തുകളാണ് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലുള്ളത്. അതിൽ 8 പഞ്ചായത്തുകളും ഭരിക്കുന്നത് UDF ആണ്. ഈ 8 പഞ്ചായത്തുകളിൽ 7 പഞ്ചായത്തുകളും മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റുമാരാണുള്ളത്. കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ്. അപ്പോൾ ഏത് തരത്തിലെടുത്ത് നോക്കിയാലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മെജോറിറ്റിയും ഈ ഒരു ഗ്രാമപഞ്ചായത്തുകളുടെ കണക്കെടുത്താൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് കൽപ്പറ്റ സീറ്റ് ചോദിക്കാൻ മുസ്ലിം ലീഗ് ഒരുങ്ങുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാണക്കാട്ട് തങ്ങൾക്കുൾപ്പെടെ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രയാസം തന്നെ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നിലവിൽ കൽപ്പറ്റ MLA ടി സിദ്ദീഖാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി. കോൺഗ്രസ് ഇത്തവണയും കോൺഗ്രസിന് സീറ്റ് ലഭിക്കുകയാണെങ്കിൽ സിദ്ദീഖ് തന്നെയായിരിക്കും കൽപ്പറ്റയിൽ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ വലിയ തർക്കമൊന്നും ഉണ്ടായില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സാധ്യത നിലനിൽക്കുമ്പോൾ ലീഗ് ഈ ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ മുന്നണി ചർച്ചയിൽ ഇതൊരു വലിയ പ്രതിസന്ധിയായി മാറും എന്നുള്ള തരത്തിലേക്കൊക്കെയാണ് ഇപ്പോൾ ചർച്ചകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് ഈ സീറ്റ് ചോദിക്കുക തന്നെ ചെയ്യുമെന്നുള്ള നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സീറ്റ് മുമ്പ് ജനതാദള് UDF-നുണ്ടായിരുന്ന സമയത്ത് കൽപ്പറ്റ സീറ്റ് ജനതാദളിന് വിട്ടുകൊടുക്കുകയും അവിടെ ശ്രേയാംസ് കുമാർ തോൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷമാണ് ജനതാദൾ വീണ്ടും LDF-ലേക്ക് പോയപ്പോൾ വീണ്ടും ഈ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുകയും സിദ്ദീഖ് വന്നതിന് ശേഷം കൽപ്പറ്റ സീറ്റ് തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു തരത്തിലും വളരെ വിജയ സാധ്യത കുറഞ്ഞ വോട്ട് ഷെയർ വളരെ കുറവുള്ള ജനതാദൾ മുന്നണിയിൽ എത്തിയപ്പോൾ പോലും ഈ ഒരു സീറ്റ് കോൺഗ്രസ് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയേറെ വിജയ സാധ്യതയുള്ള ലീഗിന്